വെറും 5 മിനിറ്റ് കൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള മുറുക്ക് നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന പോലെ തയ്യാറാക്കിയെടുക്കാം. ഈ മുറുക്ക് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് തയ്യാറാക്കാൻ കടലമാവാണ് വേണ്ടത്. കടലമാവിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നറിയോ? ഉപ്പ്, മുളക് പൊടി, കുറച്ച് എള്ളും പിന്നെ കായപ്പൊടിയും. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇത്രയും ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇത് എല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മളെടുക്കുന്ന കടലമാവിൻ്റെ അളവിന് വേണം, എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട. കായപ്പൊടി നമുക്കൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ. എല്ലാ ഭാഗത്തും പൊടികളൊക്കെ വന്നതിന് ശേഷം വേണം വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്നറിയോ? കറക്റ്റായിട്ട് ആ ഒരു മുറുക്കിൻ്റെ പാകത്തിന് കിട്ടാനും നമ്മുടെ കയ്യിലൊട്ടാതിരിക്കണം. അതിന് ശേഷം ഇതുപോലെ സ്റ്റാർ ആയിട്ടുള്ള ഒരു ചില്ലുണ്ടല്ലോ, അത് നമ്മുടെ സേവനാഴിയുടെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ആ തവിയുടെ മേലേക്ക് ഇതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ചുറ്റിക്കുമ്പോഴുള്ള ഗുണം എന്താ അറിയോ? നമുക്ക് കയ്യിൽ ഒന്നും ആവാതെ, അല്ലെങ്കിൽ എണ്ണയിൽ ഡയറക്റ്റ് ഇട്ടിടാൻ പേടിയുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് എളുപ്പമാണ്. എന്നിട്ട് ഇതിനിങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മാത്രം മതി, മാവ് ഇതിലോട്ട് വീണോളും. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെയുള്ള സ്പൂണിൽ നമുക്കൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിലും ഇത് വീണോളും. അതിനുശേഷം ഇതിനെ തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പുറമേ നല്ല ക്രിസ്പിയായി കിട്ടണം, ഉള്ളിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല മുരുമുരാ കഴിക്കാൻ പറ്റുന്ന, നമുക്ക് സൂക്ഷിച്ച് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുറുക്കാണിത്. ഈ മുറുക്ക് തയ്യാറാക്കാൻ ആകെ വേണ്ട സമയം ഒരു 5 മിനിറ്റാണ്. 5 മിനിറ്റിൽ താഴെയാണ് ഇത് കുഴയ്ക്കാനും ഒക്കെ എടുക്കുന്നത്. ആകെ ഇത് വേഗം എടുക്കുന്ന ഒരു കുറച്ച് സമയം, ഒരുപാട് നേരമൊന്നും എടുക്കില്ല. എന്നാലും നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ. മുറുക്കെന്ന് പറയുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മാത്രം തീ കുറച്ച് വെച്ച് വേഗം എടുക്കുന്ന ആ ഒരു സമയമാണ് പറഞ്ഞത്, 5 മിനിറ്റിൽ താഴെ. ഈ ഒരു സമയം കൊണ്ട് മുറുക്കെല്ലാം പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. എത്ര മുറുക്ക് വേണമെങ്കിലും നമുക്കിതുപോലെ തയ്യാറാക്കി ഒരു ബോട്ടിലേക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ വിശേഷ ദിവസമാണ് വരുന്നത്. അപ്പോൾ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും എന്ത് ഫെസ്റ്റിവൽ ആയാലും നമുക്ക് വൈകിട്ട് കഴിക്കാനും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല മൊരിഞ്ഞ മുറുക്ക് നമ്മുടെ കടലമാവ് കൊണ്ട് നിമിഷങ്ങൾ കൊണ്ട് ഞൊടിയിടയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് പറയില്ലേ, അതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുറുക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും പെട്ടെന്നൊരു മുറുക്ക് വേറെ ഉണ്ടോ?